പ്രിൻസിപ്പലും സൂപ്രണ്ടും ഡെപ്യൂട്ടി സൂപ്രണ്ടും താനില്ലാത്ത സമയം മുറിയിൽ കയറി. മറ്റൊരു താഴിട്ട് മുറി പൂട്ടി. മുറിയിലുണ്ടായിരുന്ന ഫയലുകളിലും രേഖകളിലും അട്ടിമറി ഉണ്ടായോ എന്ന് സംശയം. കടുത്ത മാനസിക സമ്മർദ്ദത്തിന് ചികിത്സ തേടി. ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്നും ഇന്നലെയുമായി KGMCTAയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ട മെസ്സേജുകളാണിത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിലെ പരിമിതികളെയും ശസ്ത്രക്രിയ മുടങ്ങലടക്കമുള്ള ദുരവസ്ഥയെയും കുറിച്ച് തുറന്നു പറഞ്ഞതു മുതൽ ഡോക്ടർ ഹാരിസിന് പിന്നെ ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങളാണ്. ഡോക്ടർ ഹാരിസിന് മറുപടി പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ വാർത്താ സമ്മേളനം നടത്തുന്നതും നമ്മളിന്ന് കണ്ടു. 6-7 തീയതികളിൽ ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ പരിശോധന നടത്തി. 6-ാം തീയതി മുറിയിൽ നിന്ന് മോസിലോസ്കോപ്പ് കണ്ടെത്തി. 7-ാം തീയതി ഒരു പുതിയ പെട്ടി. ഓഗസ്റ്റ് 2-ന് മോസിലോസ്കോപ്പ് വാങ്ങിയ ബില്ലും മുറിയിൽ നിന്ന് കിട്ടി. ആരോ അവിടെ കയറുന്ന ദൃശ്യങ്ങളും CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇത് സംശയാസ്പദമാണ്. എന്നാൽ പുതിയ പെട്ടിക്കകത്തുണ്ടായിരുന്നത് നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണമാണ്. കണ്ടം ചെയ്യുന്നതിന് മുമ്പ് റിപ്പയർ ചെയ്യുന്നതിനായി അയച്ചതാണ് ഇത് എന്നും റിപ്പയർ ചെയ്യാനുള്ള കാശ് മുടക്കാനില്ലാത്തതിനാൽ അവർ തിരിച്ചയച്ചതാണ് അവിടെ കണ്ട പുതിയ പെട്ടി എന്നും ഹാരിസ് പിന്നീട് വിശദമാക്കി. അതായത് അവിടെ ഉണ്ടായിരുന്നത് മോസിലോസ്കോപ്പ് അല്ലായിരുന്നു എന്ന്. നമ്മൾ ശ്രദ്ധിക്കണം, ഈ മോസിലോസ്കോപ്പാണ് യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കാണാതായി എന്ന് ആരോഗ്യമന്ത്രി വിദഗ്ധ സമിതി റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി പറഞ്ഞ ആ വിലയേറിയ ഉപകരണം. ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കുന്നോ എന്നാണ് ഹോട്ട് ടിയാൻ ടോക്ക് ചോദിക്കുന്നത്. CPM പ്രതിനിധിയായി PB ഹർഷകുമാറാണ് ചേരുന്നത്. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഹർഷകുമാർ. കോൺഗ്രസ് പ്രതിനിധിയായി വിജയ് ഇന്ദുചൂടൻ കൂടി ചേരുന്നുണ്ട്. പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റാണ് വിജയ് ഇന്ദുചൂടൻ. ആദ്യം PB ഹർഷകുമാറിലേക്ക്. ശ്രീ PB ഹർഷകുമാർ, താങ്കൾ കഴിഞ്ഞ ദിവസം ഇതേ വിഷയത്തിൽ ചർച്ചയ്ക്കെത്തിയ ആളാണ്. അന്ന് താങ്കൾ പറഞ്ഞത് എന്തെങ്കിലും തരത്തിൽ ഡോക്ടർ ഹാരിസിനെ കുറ്റക്കാരനാക്കാൻ ഒരു ശ്രമം അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പുതിയ സംഭവ വികാസങ്ങൾ അതെല്ലാം കൂടി കാണുമ്പോൾ ഈ സിസ്റ്റം ഒന്നാകെ ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ആർക്കും സംശയം തോന്നും. ശ്രീ PB ഹർഷകുമാർ. അത് സംശയദൃഷ്ടിയോടെ ഏത് കാര്യത്തെ സമീപിച്ചാലും ആർക്കും സംശയം തോന്നാം. ഇവിടെ എന്താ ഉണ്ടായത്? മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ, ആ ഡോക്ടറെ സംബന്ധിച്ച് ആ ഡോക്ടർ ഒരു സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി അദ്ദേഹം ഒരു പരാമർശം നടത്തി. ആ പരാമർശം നടത്തി അതിനകത്ത് ഗവൺമെൻറ് എന്താണ് കാര്യം? അവിടെ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും പ്രിൻസിപ്പളും പത്രസമ്മേളനം നടത്തി. അവർ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചട്ടവിരുദ്ധമായ ആ സമീപനത്തെ അവർ ചോദ്യം ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അതിനകത്ത് എന്ത് ഇത്ര വലിയ അതിശയകരമായ കാര്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിലെ ഡോക്ടർക്കെതിരെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പണപ്പുറപ്പാട് നടത്തുന്നതാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. നമുക്ക് എന്തും പറയുന്നതിന് ലൈസൻസ് ഉള്ളവർക്ക് പിന്നെ എന്ത് പറഞ്ഞുകൂടാ? അത്രയേ ഉള്ളൂ. അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഈ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പരിശോധന അത് തന്നെ ഡോക്ടറുടെ സാന്നിധ്യത്തിലല്ലാതെ ആ റൂം കയറി പരിശോധിക്കുന്നു. അത് മറ്റൊരു താക്കോലിട്ട് അത് പൂട്ടുന്നു. എന്നിട്ട് പരിശോധന നടത്തുകയാണ്. അതാണ് ഡോക്ടർ ആ ഗ്രൂപ്പിൽ പറഞ്ഞിരിക്കുന്നത്. KGMCTA എന്ന് പറയുന്ന സംഘടനയും അതൊട്ടും ഉചിതമായില്ല എന്ന് പറയുകയുണ്ടായി. ശ്രീ ഹർഷകുമാർ, ഡോക്ടർ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ടോണി എന്ന് പറഞ്ഞ അവിടുത്തെ സീനിയറായ മറ്റൊരു ഡോക്ടറിൻ്റെ സാന്നിധ്യത്തിലാണ് അവർ പരിശോധന നടത്തിയത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ വിശദീകരിക്കട്ടെ. അതിലിപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ എന്താ കാര്യം? അല്ലെ ആരോഗ്യമന്ത്രിക്ക് എന്താ കാര്യം? ഇതിപ്പോൾ ആരോഗ്യമന്ത്രിയെ കൂടി ഞാൻ ചോദിച്ചതല്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഒരു സ്കൂളിൻ്റെ സ്റ്റാഫ് റൂമിൽ കയറി പരിശോധന നടത്തിയ ആ വിദ്യാഭ്യാസ മന്ത്രി അതിന് ഉത്തരവാദിയാണെന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ വളരെ ബാലിശമായ ചില കാര്യങ്ങളാണ്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അങ്ങനെ ലഘുവായി കാണാൻ കഴിയുമോ? ഒരു മെഡിക്കൽ കോളേജിനെതിരെയാണ് അദ്ദേഹം ആരോപണം ഉയർത്തിയത്. അതിൽ പ്രതി അവിടെ പരിശോധന വരുന്നു, ഒരു വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നു. അവിടുത്തെ പരാധീനതകളെ പറ്റി ആ വിദഗ്ധ സമിതി റിപ്പോർട്ട് അക്കമിട്ട് പറയുന്നു. അപ്പോൾ അതിനകത്ത് ഒരു പരാമർശം മാത്രമാണ് ഈ വില കൂടിയ ഉപകരണം കാണാതായി എന്നത്. അതിന്മേലാണ് പരിശോധന നടക്കുന്നത്. അവിടുത്തെ പരാധീനത പരിഹരിക്കുന്നതിലല്ല ശ്രദ്ധ കൊടുക്കുന്നത് ആരോഗ്യവകുപ്പ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഞാനത് ചോദിക്കട്ടെ. ഒരു ഡോക്ടർ ചട്ടത്തിന് വിരുദ്ധമായിട്ടാണെങ്കിലും ഒരു പരാമർശം നടത്തിയപ്പം
ഒരു ജനാധിപത്യ ബോധമുള്ള ഗവൺമെൻറ് ആയിട്ടല്ലേ ആ ഡോക്ടറുടെ പരാമർശത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പരിശോധന നടത്തിയത്. ആ പരിശോധന നടത്തി അതിൻ്റെ റിപ്പോർട്ടിന് നടപടികളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ആ പരിശോധന അല്ലാതെ ഡോക്ടറെ എന്താണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്? ഡോക്ടർ ഹാരിസിൻ്റെ പരാമർശത്തിൽ ഹാരിസിനോട് ഞങ്ങൾക്ക് വ്യക്തിപരമായ യാതൊരു വിരോധമില്ല, അദ്ദേഹത്തിൻ്റെ ആ രീതിയോടെ മാത്രമാണ് വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. അല്ലാതെ ഹാരിസിന് ഏതെങ്കിലും ശത്രുതാപരമായ നടപടി ഇതുവരെ ഉണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പെട്ടെന്ന് കാടളക്കി ഒരു കേരളത്തിൽ ഇപ്പോൾ അതൊരു ശീലമാണ്. ആരോഗ്യമന്ത്രിയുടെ സമീപനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് എത്താം. ശ്രീ ഹർഷകുമാർ, വിജയ് ഇന്ദുചൂഡനിലേക്ക് പോയാൽ, ശ്രീ വിജയ് ഇന്ദുചൂഡൻ, അത്ര ലഘുവായി കാണാൻ കഴിയുമോ? ഒരു സ്കൂളിൽ ഒരു സാധനം കാണാതായി, പ്രിൻസിപ്പലും മറ്റ് അധ്യാപകരും കൂടി ചേർന്ന് ആ സ്റ്റാഫ് റൂം പരിശോധിക്കുന്നു, അതൊക്കെ അത്ര വലിയ വാർത്തയാണോ എന്നാണ് ശ്രീ PB ഹർഷകുമാർ ചോദിക്കുന്നത്. ഈ വിഷയത്തിലാകട്ടെ കോൺഗ്രസ് ഡോക്ടർ ഹാരിസിനുമേൽ ഒരു പൊടി മണ്ണ് വീഴാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കുന്നുമുണ്ട്. ഈ വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ ധാരണ എന്താണ്? കോൺഗ്രസ് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? അല്ല, ആദ്യം തന്നെ ഇദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വെറും ഒരു ഡോക്ടർ അല്ല ഈ ആരോപണം ഉന്നയിച്ചത്. ഇദ്ദേഹം ഇടതുപക്ഷത്തിന്റെ സന്തത സഹചാരിയായിരുന്നു. കാലാകാലങ്ങളിലായി ഒരു ഇലക്ഷൻ വരുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആര് ജയിക്കുന്നു, അവരുടെ സ്ഥാനാർത്ഥികൾ, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ ആര് ജയിക്കുന്നു, ആര് തോക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ അനലൈസ് ചെയ്യുന്ന, കാലാകാലങ്ങളായി ഇടതുപക്ഷത്തിനോടൊപ്പം നടന്ന ഒരു വലിയ അനുഭാവി അദ്ദേഹമാണ് ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന ഈ ഡോക്ടർ. അത് മാത്രമല്ല അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഡോക്ടർ ഹാരിസ് ഇതുപോലെ 2-ാം തീയതി ലീവിൽ പോകുന്നു. അദ്ദേഹം ഈ ടോണി എന്ന് പറയുന്ന ആ ഡോക്ടറിനെ കീ ഏൽപ്പിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഉന്നയിച്ച വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്തായിരുന്നു? ഇപ്പൊ ഈ പൊതുജനത്തിന്റെ മുന്നിൽ, പൊതുസമൂഹത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ ഈ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ഏറ്റവും വലിയൊരു ഫാക്ട് എന്ന് പറയുന്നത്, ഉപകരണക്ഷാമം ഉള്ളത് കാരണം അവിടുത്തെ ശസ്ത്രക്രിയകൾ, അനേക ലക്ഷം ആളുകൾ ആശ്രയിക്കുന്ന ഈ പറയുന്ന സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളും ഈ ഉപകരണക്ഷാമം കാരണം അവരുടെ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള, ഈ അനേക ലക്ഷം ആളുകൾ ആശ്രയിക്കുന്ന ഹോസ്പിറ്റലുകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിമർശനം, ഒരു കാര്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ആ കാര്യത്തിനെ ഇത്ര വൈരാഗ്യ ബുദ്ധിയോടെ കാണുന്നത് എന്തിനാണ്? നമ്മളുടെ ഈഗോ ഒക്കെ മാറ്റിവെച്ച്, നമ്മളുടെ പൊളിറ്റിക്സ് ഒക്കെ മാറ്റിവെച്ച് അവിടെ ഡോക്ടറിങ്ങിനെ ഉന്നയിച്ചതിനെ വളരെ കാര്യത്തോടെ എടുത്തുകൊണ്ട് അതിനൊരു റെസൊല്യൂഷൻ അല്ലേ കാണേണ്ടത്? ഇദ്ദേഹം ഇത് ഉന്നയിച്ചതിന് ശേഷം അദ്ദേഹത്തിനെ നിരന്തരം വേട്ടയാടുകയാണ്. ഇന്നത്തെ പത്രസമ്മേളനം ഞാൻ കണ്ടതാണ്. ആ പത്രസമ്മേളനത്തിൽ വളരെ ക്ലിയർ കട്ടായിട്ട് അവിടുത്തെ ആ 2 ഉദ്യോഗസ്ഥർ വന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണ്, ആ പ്രിൻസിപ്പൽ വന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണ്? കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹത്തിനെ ഇപ്പോഴും സംശയത്തിന്റെ നിഴൽ നിർത്തുകയാണ്. ശരി, അവിടെ അന്വേഷിച്ചു. അതിനു മുൻപ് തന്നെ അവർ പറയുന്നുണ്ട്, ഏതോ ഒരു മനുഷ്യൻ ആ ഡോക്ടർ ഹാരിസിന്റെ പൂട്ടിയിട്ട മുറിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് റൂമിൽ വളരെ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ ഇരിക്കുന്ന, വളരെയധികം ഈ പറയുന്ന റെക്കോർഡ്സ്, വീഡിയോ റെക്കോർഡ്സ് അടക്കം, പേപ്പറുകൾ അടക്കം ഇരിക്കുന്ന, വളരെ വിദഗ്ധമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പറുകൾ അടക്കം ഇരിക്കുന്ന ഓഫീസ് റൂമിൽ ഒരു മനുഷ്യൻ കയറി പോകുകയും അതിന്റെ CCTV ദൃശ്യങ്ങൾ ഇവർക്ക് ലഭിക്കുകയും ചെയ്തു. ശരി, അതൊരു ക്രൈം ആണല്ലോ. അങ്ങനെ ഒരു മനുഷ്യൻ, ഇവർക്കത് അതിന്റെ ഡേറ്റ് ഇല്ല, എന്നാണ് കയറിയെന്നില്ല, എന്തിനാണ് കയറിയെന്നില്ല, അങ്ങനെ ഒരു വിധമായിട്ടുള്ള കാര്യങ്ങളും ഇവർക്കറിയില്ല. ഈ പ്രിൻസിപ്പൽ അടക്കമുള്ള അവിടുത്തെ മേലുദ്യോഗസ്ഥർക്ക് അറിയില്ല. ശരി, അങ്ങനെ ഒരാൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ, ഈ ഓഫീസ് റൂമിൽ അങ്ങനെ ഒരാൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആരാണെന്ന് അറിയണ്ടേ, എന്തിനാണ് കയറിയെന്ന് അറിയണ്ടേ? ആ CCTV ദൃശ്യങ്ങൾ ഇതൊന്നും പ്രതിഫലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതാണ് ആരെങ്കിലും അവിടേക്ക് അങ്ങനെ അതിക്രമിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അത് ആരാണ് അതിക്രമിച്ച് കയറിയതെന്നറിയണം. എന്താണ് അവിടെ അദ്ദേഹം കൊണ്ടുവച്ചിട്ടുണ്ടോ, എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടോ എന്നതൊക്കെ പരിശോധിക്കപ്പെടണം. അതൊന്നുമില്ലാതെ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി ഒരു ഡോക്ടർക്കെതിരെ വളരെ കൃത്യമായ ആരോപണങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടറെ സംശയം മുനയിൽ നിർത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് അവിടെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നടത്തിയിരിക്കുന്നത്. ആ പത്രസമ്മേളനത്തിൽ ഡോക്ടർക്കെതിരെ എന്തെങ്കിലും പരാമർശം നടത്തിയായി ഞാൻ കേട്ടില്ല. മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വിശദീകരിച്ച് പറയുമ്പോൾ ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രിൻസിപ്പളിന് അവിടെ അധികാരമില്ലെന്ന് നമുക്ക് ആർക്കാ പറയാൻ കഴിയുക? അദ്ദേഹം ഈ ഡോക്ടർ ഹാരിസ് അതിന് പകരം ചുമതലയേറ്റ ഡോക്ടർ ടോണിയുടെ സാന്നിധ്യത്തിലാണ് ഇത് പരിശോധിച്ചത്. പിന്നീട് ഇത്തരം പരിശോധനകളൊക്കെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റൂ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ ഹാരിസിന് എല്ലാ സംരക്ഷണവും കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് VD സതീശൻ ഈ നമ്മുടെ ഹാരിസ് ചിറയിൽ ഈ ആരോഗ്യമന്ത്രിക്കെതിരെ ഏതെങ്കിലും ആക്ഷേപമാണോ പറഞ്ഞത്?
പറഞ്ഞത് ആശുപത്രിയിലെ സൗകര്യങ്ങളിൽ കുറെ കൂടെ മെച്ചപ്പെടണം. ആശുപത്രിയുടെ സൗകര്യങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്തേക്കാൾ എത്രയോ മെച്ചപ്പെടുത്തി. എത്ര വലിയ തോതിലുള്ള മെച്ചമാണ് കേരളം. 10,000 ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ തന്നെ പറഞ്ഞു, കിഫ്ബി എന്ന ഒരു ഫണ്ടിലൂടെ 10,000 കോടിയുടെ ഭരണാനുമതിയാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ. പുതിയ കെട്ടിടങ്ങൾ, ഉപകരണങ്ങൾ, പുതിയ സൗകര്യങ്ങൾ എല്ലാം എന്ന് വിചാരിച്ച് എല്ലാം സമ്പൂർണ്ണമായെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പോലും പറയുന്നില്ല. ഇനി ഒട്ടേറെ മെച്ചപ്പെടാനുണ്ട്. വെച്ചാൽ ഇത് ഈജിയൻ തൊഴുത്ത് പോലെ തകർന്നു കിടന്ന ഒരു മേഖലയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ക്രമമായി അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഞാൻ ചോദിക്കട്ടെ, UDFന്റെ ഭരണകാലത്ത് കേരളത്തിലെ ഒരു ഗവർണർ സിക്കന്ദർ ഫക്ത് ഒരു ഗവർണറെ സിക്കന്ദർ ഫക്ത് എന്നൊരു ഗവർണറെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഞാനത് ചോദിച്ചോട്ടെ, ഇതൊന്ന് പറഞ്ഞോട്ടെ, പറയാൻ നേട്ടങ്ങൾ താങ്കളടക്കമുള്ളവർക്ക് അവകാശപ്പെടാം. പക്ഷേ ആ സിസ്റ്റത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ഒരാളെ ഇങ്ങനെ നിരന്തരം വേട്ടയാടുന്ന മട്ടിൽ ഒരു സമീപനം എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. ആ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ 9 പേജുള്ള റിപ്പോർട്ടാണ്. അതിനകത്ത് പല പരിമിതികളും പറയുന്നുണ്ട്. മെഡിക്കൽ കോളേജിനകത്ത് ശസ്ത്രക്രിയ മുടങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ ആ 9 പേജുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ടിലുണ്ട്. അവ പരിഹരിക്കുന്നതിന് ഊന്നൽ കൊടുക്കാതെ ആദ്യം ആ റിപ്പോർട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആരോഗ്യമന്ത്രി പറയുന്നത് അവിടെ കാണാതായ വിലയേറിയ ഉപകരണത്തെക്കുറിച്ചാണ്. അന്ന് മുതലാണ് ഈ വിഷയത്തിലേക്ക് ഫോക്കസ് ഷിഫ്റ്റ് ആയത്. അതല്ലെങ്കിൽ അവിടെ ഡോക്ടർ ഹാരിസ് ഉയർത്തിയ വിഷയങ്ങൾ മാത്രമായിരുന്നു നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. ആരോഗ്യമന്ത്രിയാണ് ഈ വിഷയം ആദ്യം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എടുത്തിട്ടത്. അല്ല ശ്രീമതി ലക്ഷ്മി, ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ലക്ഷ്മിയാണെന്ന് തോന്നുന്നു. അതെ പറഞ്ഞോളൂ. ഹലോ ശ്രീമതി ലക്ഷ്മി. അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനെ സംബന്ധിച്ച് പറഞ്ഞ എന്താ പത്രസമ്മേളനത്തിൽ? പരിശോധിക്കും, വേണ്ട തിരുത്തലുകൾ വരുത്തും, സാമ്പത്തിക പ്രാരാബ്ധത്തിനിടയിലും ഈ പരിമിതിക്കിടയിലും അതിനെ പരിഹരിക്കാനാവുന്ന ശ്രമിക്കുമെന്നല്ലേ പറഞ്ഞത്. അതേസമയം തന്നെ അവിടെ കാണാതെ പോയതിനെ പറ്റി ആ പത്രസമ്മേളനത്തിൽ ഒരു പരാമർശം നടത്തിയെന്നല്ലാതെ ഡോക്ടർ ഹാരിസ് അത് മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് ഒരിക്കലും ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നതിന് നേരത്തെ നിങ്ങൾ തടസ്സപ്പെടുത്തി, പറയാൻ സമ്മതിച്ചില്ല. എന്താ കാര്യം? ഈ സിസ്റ്റത്തെ പറ്റി പറയുമ്പോഴേ കേരളത്തിൽ UDF ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു ഗവർണർ ഉണ്ടായിരുന്നു, സിക്കന്ദർ ഫക്ത്. അണുബാധയേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ച വാർത്ത മറന്നുപോയ എല്ലാവരും. അതേ സംഭവമൊന്നും അല്ലല്ലോ ഹാരിസ് ചിറയിൽ ഇപ്പോഴത്തെ സമയത്ത് പറഞ്ഞത്. ചില സാധനങ്ങളുടെ ഷോർട്ടേജ് അതല്ല പറഞ്ഞുള്ളൂ. അല്ലാതെ കഴിഞ്ഞ കാലത്തെ ആരോഗ്യമന്ത്രിയുടെ കാലത്തെ 800 കോടിയുടെ അഴിമതിയെ പറ്റി അല്ലല്ലോ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിലെ ആരെങ്കിലും അഴിമതി നടത്തിയെന്നല്ലല്ലോ പറഞ്ഞത്. അവിടെ ചില ഉപകരണങ്ങളുടെ പോരായ്മയുണ്ട്. ആ പോരായ്മയെ സംബന്ധിച്ച് സ്വാഭാവികമാണ്. പോരായ്മ ഇല്ലെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അത് ഇത്ര വലിയ സംഭവമാക്കി മാറ്റേണ്ട കാര്യം എന്താ? നമുക്ക് എനിക്കത് മനസ്സിലാവുന്നില്ല. അത് പറഞ്ഞ ഡോക്ടർ വേട്ടയാടപ്പെടുന്നു എന്നുള്ളത് അത് നമുക്ക് വെറുതെ പറയുന്ന ഒരു ആരോപണമല്ല. ഡോക്ടർ തന്നെ ആ വേട്ടയാടുന്നു എന്നത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. വേട്ടയാടുന്നു മാനസിക സമ്മർദ്ദത്തിന് ചികിത്സ തേടുന്നു എന്ന് അദ്ദേഹം തന്നെ കുറിച്ചതാണ്. അതിനകത്ത് ചില മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്നതായി അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. എന്തുകൊണ്ട് എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ ആയിരിക്കത്തില്ല. ചിലർക്ക് ചിലത് താങ്ങാൻ പറ്റും, ചിലർക്ക് ചിലത് താങ്ങാൻ കഴിയില്ല. അത് എന്തുകൊണ്ടാണ് ഇടതുപക്ഷ അനുഭാവിയായ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പോലും ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ നമ്മുടെ ആരോഗ്യ വകുപ്പിന് കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ഈ സിസ്റ്റത്തിന് കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ്? ഹാരിസ് ചിറക്കൽ ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ? ക്രമേണ ഹാരിസ് ചിറക്കൽ അത് ബോധ്യപ്പെടും. എന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയല്ല പറഞ്ഞത്. ഈ ആരോഗ്യ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊണ്ടുവന്ന മാറ്റം, ആ മാറ്റം ഒറ്റ ദിവസം കൊണ്ട് മാറി. ദോശ മറിച്ചിടുന്ന ലാഘവത്തിൽ ചെയ്യാവുന്നതല്ല ഇതൊന്നും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഈജിയൻ തൊഴുത്തുപോലും കിടന്നതിനെ മെച്ചപ്പെടുത്തി എടുക്കുന്ന ഒരു വലിയ പ്രക്രിയയിലാണ് ഈ ഗവൺമെന്റ്. കേരളം വലിയ നേട്ടങ്ങളാണ് ആ മേഖലയിൽ നേടിയിരിക്കുന്നത്. ആ നേടിയതിനെല്ലാം ഒരു ചെറിയ സംഭവം കൊണ്ടൊരു ചെറിയ ആശുപത്രിയിലെ ഉപകരണക്ഷാമം എന്ന ആശുപത്രിയിലൊക്കെ എന്തെല്ലാം ക്ഷാമങ്ങളുണ്ടാവും. എല്ലാ കാര്യങ്ങളും എല്ലാ തരത്തിലും സഫീഷ്യൻ്റായി കൊണ്ടുവരാൻ ഏത് കാലത്തെ ഗവൺമെന്റിന് കഴിയും? അങ്ങനെ വേണമെന്ന് ആരും ശഠിക്കുന്നില്ല. പക്ഷേ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ആളുകൾ അവർ സുരക്ഷിതരായിരിക്കണം ഈ സമൂഹത്തിൽ, അവർ മാനസിക സമ്മർദ്ദങ്ങളില്ലാതെ ജീവിക്കണം ഈ സമൂഹത്തിൽ എന്നത് മാത്രമാണ് മാധ്യമങ്ങളായിട്ടുള്ള ഞങ്ങൾ അടക്കമുള്ളവർ ആഗ്രഹിക്കുന്നത്. ശ്രീ ഹർഷകുമാർ, വിജയ്, ഇതിനകത്ത് നിങ്ങൾ സംരക്ഷണം കൊടുക്കും എന്ന് പറയുന്നത് കേട്ടു. ഈ വിഷയങ്ങൾ കൃത്യമായി പരിശോധന നടന്നിട്ടുണ്ടോ? മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് പറയൂ.
മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ മാനസിക നിലവാരം അനുസരിച്ചിരിക്കും. എല്ലാവർക്കും ഒരേപോലെ മാനസിക കരുത്തൊന്നും ഉണ്ടാവില്ല. ചിലർ വളരെ ദുർബലരായിരിക്കും, ചിലർ വളരെ ശക്തരായിരിക്കും. അത് മനുഷ്യൻ്റെ സ്വഭാവത്തെയും മനുഷ്യൻ്റെ രീതിയെയും ആശ്രയിച്ചിരിക്കും, വ്യത്യാസപ്പെട്ടിരിക്കും. ഏതായാലും ഇത്തരം പരാതികൾ ധൈര്യപൂർവ്വം വിളിച്ച് പറയാൻ ധൈര്യം കാട്ടിയ ഒരു ഡോക്ടർ, അത് പൊതുസമൂഹത്തിനോട് തുറന്നു പറയാൻ ധൈര്യം കാട്ടിയ ഒരു ഡോക്ടർ, അദ്ദേഹം അത്ര ദുർബലനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ ഹർഷകുമാർ, താങ്കളോട് ചോദ്യം തുടരുകയാണ്. വിജയ്, ധൈര്യമുണ്ട്, ആ ധൈര്യമുള്ള പറയട്ടെ, അത്രയും ധൈര്യമുള്ള ആളാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ എന്തിനാണ് അദ്ദേഹത്തിന് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത്? ഇന്ന് ആ വാർത്താ സമ്മേളനം തന്നെ നോക്കുക. അദ്ദേഹം ഇടുന്നത് ഒരു വാട്സാപ്പിനകത്തിടുന്ന സന്ദേശമാണ്. അതിനാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വാർത്താ സമ്മേളനം നടത്തുന്നത്. അതിന് അദ്ദേഹത്തിന് മറുപടി പിന്നെയും വരുന്നത് മാധ്യമങ്ങളോട് അദ്ദേഹം പറയുന്നില്ല. പക്ഷേ വാട്സാപ്പിനകത്ത് KGMCTയുടെ ഗ്രൂപ്പിനകത്താണ് അദ്ദേഹത്തിന്റെ മറുപടി പറയുന്നത്. അദ്ദേഹം ഈ ഉപകരണം എങ്ങു നിന്നും വരുത്തിയിട്ടില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. വാട്സാപ്പ് സന്ദേശം നിങ്ങൾ ഉൾപ്പെടെയുള്ള നെഫ്രോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം അതും കണ്ടം ചെയ്യാൻ കൊടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും തരത്തിൽ റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ അയച്ചതാണ്. പക്ഷേ അതിന് 2 ലക്ഷം രൂപ വീതം ചെലവാകും. അത് പറ്റില്ല, അതിന് മുടക്കാൻ പണമില്ല എന്ന് പറഞ്ഞത് കാരണം അത് തിരികെ എത്തുകയാണ്. ആ പെട്ടിയാണ് അവിടെ കണ്ടെത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അല്ല, അദ്ദേഹത്തിന്റെ വാട്സാപ്പ് സന്ദേശം സതുദ്ദേശമാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എങ്ങനെ എത്തും? അദ്ദേഹം ഡോക്ടർമാരുടെ മറ്റു പലരും ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് അത്ര സതുദ്ദേശം ഒന്നും കാണണ്ട. അപ്പൊ ആ ഗ്രൂപ്പിൽ ഇട്ടാൽ ഇത് നാട്ടിൽ പാട്ടാകുമെന്ന് അദ്ദേഹത്തിനും അറിയാം. സ്വാഭാവികമായിട്ടും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിന് മറുപടി പറയേണ്ടി വരും. അങ്ങനെ ലഘൂകരിക്കാനാകുമോ ശ്രീ വിജയ് ഇന്നത്തെ ആ വാർത്താ സമ്മേളനത്തെ? ഇന്നത്തെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും അദ്ദേഹത്തിന്റെ പകരക്കാരനായി എത്തിയ ഡോക്ടർ കൂടിയാണ് ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അവരുടെ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? അല്ല, ഞാനത് ശ്രദ്ധിച്ചിരുന്നു. അതിനു മുൻപ് ശ്രീ ഇടതുപക്ഷത്തിന്റെ ഇദ്ദേഹം പറയുന്നത്, നേതാവ് പറഞ്ഞത് 100 ആളുകൾ അണുബാധയേറ്റ് മരിച്ച കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ SCT ആശുപത്രിയിൽ 100 കണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ച ചരിത്രമുണ്ട് നമുക്ക്. അന്ന് കേരള സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് PK ശ്രീമതിയായിരുന്നു. നമുക്കറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ അതിനൊന്നും ഒരു മരണത്തെ ഞാൻ ഒരിക്കലും അത് ഡിബേറ്റിന് വേണ്ടി ഉപയോഗിക്കുകയല്ല. പക്ഷേ നമ്മൾ പറയുമ്പോൾ, ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ 100 കണക്കിന് കുഞ്ഞുങ്ങൾ SCT ആശുപത്രിയിൽ അണുബാധയേറ്റ് മരിച്ച സമയത്ത് കേരള സംസ്ഥാനത്തിന്റെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീമതി PK ശ്രീമതിയായിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇദ്ദേഹം ചോദിച്ച വേറൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇതൊക്കെ ഇത്ര വലിയ സംഭവമാണ്. അദ്ദേഹം ഉന്നയിച്ച വിമർശനങ്ങൾ എന്താണ്? ഒന്ന്, ശസ്ത്രക്രിയ നടത്തുന്നില്ല. ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ ഉപകരണക്ഷാമം ഉള്ളത് കൊണ്ട് ശസ്ത്രക്രിയകൾ നടത്തുന്നില്ല. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കും താഴേക്കുള്ള ഒരുപാട് ജനങ്ങൾ, ഒരുപാട് ജനാധിപത്യ വിശ്വാസികൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകൾ, സർക്കാർ ആശുപത്രികളിലെ അവസ്ഥയാണിത്. പിന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഒരു കുറിപ്പിന് പോലും ഒരു പരാതി എഴുതി കൊടുക്കണമെങ്കിൽ, ഒരു ഷീറ്റ് പേപ്പർ വാങ്ങണമെങ്കിൽ ഇവിടുത്തെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സിന്റെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥയാണ്. അവരുടെ മുന്നിൽ നിന്ന് ദമ്പടി വാങ്ങിക്കേണ്ട അവസ്ഥയാണ് ഇവിടുത്തെ ഡോക്ടർമാർക്കുള്ളത്, ഇവിടുത്തെ സർക്കാർ സംവിധാനത്തിനുള്ളത് എന്ന് വളരെ ആർജവത്തോടു കൂടി നിന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ് ഹാരിസ് ചിറക്കൽ. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വിമർശനമല്ലേ? അല്ലെങ്കിൽ ഈ സിസ്റ്റം തകരാറിലായതല്ല, ഇത് തകർന്നു കിടക്കുകയാണെന്ന് എടുത്തു പറയുകയാണ് ഹാരിസ് ചിറക്കലിനെ പോലെയുള്ള വളരെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സ്. അതിനെ ഇത്ര വൈരാഗ്യ ബുദ്ധിയോടെ കാണേണ്ട ആവശ്യം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈഗോ മാറ്റിവെക്കാം. ഈ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു എന്ന് പറയുന്നു. ഈ വിഷയം ഉന്നയിച്ച് അതിന് മറുപടി പറയുന്നതിന് വേണ്ടി മാത്രമാണ് ആരോഗ്യമന്ത്രി ഈ മാധ്യമങ്ങളെ കാണുന്നത്. മറ്റൊരു വിഷയങ്ങൾക്കും കേരളത്തിൽ നാഴികയ്ക്ക് 40 വട്ടം ആരോഗ്യ കേരളം നമ്പർ 1 ആണെന്ന് പറയുന്ന കേരള സംസ്ഥാനത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. രാജാവ് നഗ്നനാണെന്ന് ഒരാളെങ്കിലും വിളിച്ചു പറയുവാൻ ഉണ്ട് എന്നുള്ളത് ആർജവത്തോടെ ഏറ്റെടുക്കേണ്ട ഒരു കേരള സംസ്ഥാനത്തിന്റെ ഈ പറയുന്ന സർക്കാരാണ് ഒരു മനുഷ്യനെ അങ്ങനെ വിമർശിച്ചത്. ഇടതുപക്ഷ സന്തത സഹചാരിയായിട്ടുള്ള ഒരു മനുഷ്യനെ നിരന്തരമായി വേട്ടയാടുന്നത് എന്ന് നമ്മൾ ഓർക്കണം.
ശ്രീ ഹർഷകുമാർ, ഇന്ന് ഈ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ 2 തീയതികളിലായി നടത്തിയ വാർത്താ സമ്മേളനത്തെ കുറിച്ച്, അവിടെ കണ്ടെത്തിയ പുതിയ പെട്ടിയെ കുറിച്ച്, അവിടെ കണ്ടെത്തിയ മോസ്ലോസ്കോപ്പിനെ കുറിച്ച് ഇതൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ മോസ്ലോസ്കോപ്പ് അവിടെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ അതാണ് അവിടെ കാണാതായത് എന്ന് നേരത്തെ തന്നെ വിദഗ്ധ സമിതി റിപ്പോർട്ടിലുണ്ട്. ആരോഗ്യമന്ത്രി പറഞ്ഞതാണ്. അക്കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. അതിനെ തുടർന്ന് പറയുന്നു CCTV-യിൽ ഞങ്ങൾ കണ്ടു ഒരാൾ അങ്ങോട്ടേക്ക് കയറി പോകുന്നു എന്നൊക്കെ. അപ്പോൾ ഇതിനകത്ത് വെറുതെ സ്കൂളിൽ ഒരു സാധനം കാണാതായി എന്ന് പറയുന്നത് പോലെ അല്ലല്ലോ. ഇത് വില കൂടിയ ഉപകരണമാണ്, ആ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് ഇങ്ങനെ സംശയകരമായ ചില സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് ഇവർ തന്നെ പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് പുറത്ത് അന്വേഷിക്കാൻ കൊടുക്കേണ്ടതല്ലേ, പോലീസിലേക്ക് കൈമാറേണ്ടതല്ലേ ആ കേസ്? അത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ തീരുമാനിക്കട്ടെ. ഇപ്പോൾ അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞതിനൊക്കെ ഞാൻ മറുപടിയോ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി മറുപടി പറയേണ്ട കാര്യങ്ങളാണോ? അദ്ദേഹം പറയട്ടെ. പിന്നെ അവർ പരിശോധിച്ചപ്പോൾ അവരാരും, ഈ ഡോക്ടറുടെ പത്രസമ്മേളനം ഞാൻ കണ്ടതാണ്, അതിനകത്തിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഡോക്ടർ ഹാരിസ് ഇത് മാറ്റിയെന്നോ ഹാരിസാണ് ഇതിൻ്റെ പിന്നിലെന്നോ അദ്ദേഹം പറഞ്ഞായിട്ട് ഞാൻ കേട്ടില്ല. നമ്മളെന്തിനാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? അവർ പറയാത്ത കാര്യത്തിൽ വ്യാഖ്യാനം കൊടുക്കേണ്ട കാര്യം നമുക്ക്. ശ്രീ ഹർഷകുമാർ, താങ്കളുടെ റൂമിൽ ഒരു സാധനം കണ്ടു എന്ന് പറഞ്ഞാൽ, അസ്വാഭാവികമായി കണ്ടു എന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായും അതിന്റെ ചോദ്യം താങ്കളിലേക്ക് തന്നെ വരുമല്ലോ. ആ വിരൽ താങ്കളിലേക്ക് തന്നെ ചൂണ്ടപ്പെടുമല്ലോ. അത് എല്ലാവർക്കും യോജിക്കുന്ന മനുഷ്യരല്ലേ? അതിന് എനിക്ക് മറുപടി പറയാനുള്ള ഈ ജനാധിപത്യ രാജ്യത്ത് സാഹചര്യം എനിക്കുണ്ട്. അരിയാഹാരം കഴിക്കുന്നവരാണ് മലയാളികളെന്നുള്ളത് കൊണ്ടാണ് ഈ വലിയ മാധ്യമ പ്രചരണങ്ങൾക്കിടയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും തകർക്കാൻ ഇത്ര നാളും എല്ലാവരും ശ്രമിച്ചിട്ടും ഇത് തകരാതെ നിൽക്കുന്നത്. ഈ മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള വ്യാഖ്യാന ദുഷ്പ്രചരണങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കുന്നത് മലയാളി അരിയാഹാരം കഴിക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നതുകൊണ്ടാണ്. ശ്രീ ഹർഷകുമാർ, ഇത് മാധ്യമങ്ങളുടെ മേൽ പഴിചാരിയിട്ട് കാര്യമില്ല. 9 പേജ് വരുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം വില കൂടിയ ഉപകരണം കാണാനില്ല എന്ന് പറഞ്ഞ് ഈ വിഷയം ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് ആരോഗ്യമന്ത്രി തന്നെയാണ്. അതിനുശേഷം ഹാരിസ് ചിറക്കലാണ് അദ്ദേഹത്തിന്റെ സംഘടനാ ഗ്രൂപ്പിൽ, വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത്തരം മെസ്സേജുകൾ ഇടുന്നത്. ഇതിൽ മാധ്യമങ്ങൾ ഒന്നും പുതുതായി സൃഷ്ടിച്ചെടുത്തിട്ടില്ല. ഹർഷകുമാർ, അതെ, ഇതൊരു ഒരു ആശുപത്രിക്കകത്ത് നടന്ന ഒരു കാര്യത്തെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായി ചിത്രീകരിക്കേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ആ ഡോക്ടർക്കെതിരെ എന്തെങ്കിലും പ്രതികാര നടപടി വരട്ടെ, വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ഒരു സത്യസന്ധനായ ഡോക്ടറെ കള്ളനാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതാണ്. അത് മാത്രമാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ പരിഗണനാ വിഷയം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഞങ്ങളുടെ പരിഗണനാ വിഷയം അത് മാത്രമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ കുറെ വിസിൽ ബ്ലോവേഴ്സിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നതാണ്. മാഡം, കേരളത്തിലെ മാധ്യമങ്ങൾ കുറേ ഏറെ വിസിൽ ബ്ലോവേഴ്സിനെ നമ്മുടെ മുമ്പിൽ കണ്ട്. ഇപ്പോൾ ആ വിസിൽ ബ്ലോവേഴ്സിനെ ഒന്ന് നിങ്ങളെല്ലാം പറഞ്ഞത് ഓർമ്മയുണ്ടാകും. ഈ നമ്മുടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ സമയത്ത് ഒരു സ്ത്രീയെ എഴുന്നള്ളിച്ചിട്ട് ഈ നാട് മൊത്തം ഏതാണ്ട് വിശുദ്ധയാക്കി കൊണ്ടുവന്നിട്ട് കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പങ്കാളിയാണ് എന്ന തരത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ കുറേ നാൾ കൊട്ടിക്കൊഴിച്ചതാണ്. എവിടെ പോയി ഇപ്പോൾ അത്? ഇവിടുത്തെ വിസിൽ ബ്ലോവേഴ്സിനെ എല്ലാം മാധ്യമങ്ങൾ കൊണ്ടുവരുന്നതാണോ ശ്രീ വിജയ്? മനസ്സിലായി ആണോ? ഇവിടുത്തെ വിസിൽ ബ്ലോവേഴ്സിനെ, കാര്യങ്ങൾ തുറന്നു പറയുന്നവരെ, ആരോപണം ഉയർത്തുന്നവരെയൊക്കെ മാധ്യമങ്ങൾ കൊണ്ടുവരുന്നവരാണോ? മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ആരോപണം ഉയർത്തുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചാൽ, നിരന്തരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊന്നെങ്കിൽ മാധ്യമത്തിന്റെ തലയിലിടുക, അല്ലെങ്കിൽ പൊതുജനത്തിന്റെ തലയിലിടുക. ഇതൊരു ഹോസ്പിറ്റലാണ് സാർ, ഇതൊരു ആശുപത്രിയാണ്. അവിടെ അങ്ങനെ ഒരു ഫെയിലിയർ ഉണ്ടാകാൻ പാടില്ല. നിരന്തരമായിട്ടുണ്ടാകുന്ന വീഴ്ചകൾ ഇത് ആർക്കുമേൽ, ഇത് ആരെയാണ് ആശ്രയിക്കുന്ന? ഈ പറയുന്ന പൊതുജന അല്ലെങ്കിൽ ഈ പറയുന്ന ജനാധിപത്യ വിശ്വാസികളല്ലേ ഇതിനു വേണ്ടി നെട്ടോട്ടം ഓടുന്നത്, അല്ലെങ്കിൽ കുഴിയിൽ പോകുന്നത്? ഇത്രയേറെ വിഷമങ്ങൾ അനുഭവിക്കുന്നത് ഇവിടുത്തെ ജനതയാണ്. ഇദ്ദേഹം, ഈ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്നത് ഇരട്ടച്ചങ്കനൊന്നുമില്ല, ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്. ഈ സിസ്റ്റം തകരാറിലായതുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അദ്ദേഹം വളരെ ആർജവത്തോടു കൂടി നിന്ന് മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞു. അവരുടെ മാധ്യമ ധർമ്മം അവർ ചെയ്യുന്നു, അവരത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നത്തെ ഈ പറയുന്നത് പോലെ പത്രസമ്മേളനം വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾ ഓരോരുത്തരും കണ്ടതാണ്. അദ്ദേഹത്തിന്, ഇടതുപക്ഷത്തിന്റെ നേതാവിന്, അദ്ദേഹത്തിന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ പറ്റുമോ ഇന്നും ഈ പത്രസമ്മേളനത്തിലും ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഈ ഡോക്ടറിനെ സംശയത്തിന്റെ മുൾമുനയിൽ ആ പറയുന്ന പ്രിൻസിപ്പൽ നിർത്തിയിട്ടില്ല എന്ന്? അവിടെ നിന്ന് 3-4 ഫോൺ കോളുകൾ ഈ ഡോക്ടറിന് വന്നല്ലോ, ആയിരിക്കുന്ന പ്രിൻസിപ്പളിന് വന്നല്ലോ. ആരായിരുന്നു അത്? വെളിപ്പെടുത്തണ്ടേ? ആ ഫോൺ കോളിൽ അദ്ദേഹം ചോദിക്കുകയാണ്, ആ വിദഗ്ധ സമിതി റിപ്പോർട്ട് വായിക്കണോ? അപ്പോ ഏതോ ഒരു സിസ്റ്റത്തിന്റെ ഏതോ ഒരു മേലുദ്യോഗസ്ഥനായിരിക്കുമല്ലോ അദ്ദേഹത്തെ വിളിച്ചത്. ആ മേലുദ്യോഗസ്ഥനെ കാണുന്നത് ഹർഷകുമാർ,
ഈ റിപ്പോർട്ട് വായിക്കാൻ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ അച്ചാരം വാങ്ങുന്ന ആളുകളെ പോലെ നിന്നുകൊണ്ട് ശരി സാർ വായിക്കാം എന്ന് പറയുന്ന അതേ മാനസികാവസ്ഥയിൽ ആ റിപ്പോർട്ട് എടുത്ത് നിന്ന് വായിക്കുകയാണ്. ഈ ആരോപണങ്ങളെ എങ്ങനെ കാണുന്നു ചോദിച്ചാൽ ആരോപണങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ ഒരു ഫാക്ടറി തുറന്നു വെച്ചിരിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം. ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെന്റ് ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യത്തെ ഈ കേരളത്തിലെ പ്രതിപക്ഷം നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ പ്രതിപക്ഷത്തിനെല്ലാം കൊടയും പിടിച്ചു കൊടുക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളാണ്. അതിനെ ഞങ്ങള് ജനങ്ങളുടെ മുമ്പിലാണ് ഞങ്ങൾ ഇതൊക്കെ അവതരിപ്പിക്കുന്നത്. സർക്കാർ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും, വിമർശിക്കേണ്ട ഇടത്ത് വിമർശിക്കും. അതാണ് മാധ്യമധർമ്മം. ഡോക്ടർ ഹാരിസിന്റെ വിഷയത്തിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വിഷയത്തിലും അത് തന്നെയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. ഏതായാലും നമുക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായി. വളരെയധികം നന്ദി ശ്രീ ഹർഷകുമാർ ചർച്ചയ്ക്ക് എത്തിയതിന്. ഒപ്പം വിജയ് ഇന്ദുചൂടൻ വളരെയധികം നന്ദി ഈ വിഷയത്തിൽ ഞങ്ങൾക്കൊപ്പം ചർച്ചയ്ക്ക് എത്തിയതിന്.